നമസ്കാരം. SFIO നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പുത്രിക്ക് നേരെ കടും വെട്ടുമായി കേന്ദ്രം. ഒരു ഡസൻ കേന്ദ്ര ഏജൻസികളെ ഇറക്കി വീണയെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വെട്ടിച്ച പണം മുഴുവൻ പ്രതികൾ തിരികെ നൽകണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അഴിമതിക്ക് നിയമ നടപടിയും നേരിടണം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കരസ്ഥമാക്കി. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവയ്ക്കാണ് SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറിയത്. പ്രതികൾ അന്യായമായി കൈവശപ്പെടുത്തിയ തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കും. നിയമവിരുദ്ധ മാർഗത്തിലൂടെ ലാഭം നേടിയ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ കമ്പനി ലോ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ SFIO സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ പ്രതിമാസം 3 ലക്ഷം രൂപ CMRL നൽകിയതായി കമ്പനി രേഖകളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വീണയുടെയും മൊഴികളിൽ നിന്നും കണ്ടെത്തിയതായി പറയുന്നു. ഇരു കമ്പനികളും തമ്മിൽ സോഫ്റ്റ്വെയർ നൽകുന്നതിന് പുറമെ വാർഷിക പരിപാലന കരാറും ഉണ്ടായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാതെയാണ് മാസപ്പടിയായി 3 ലക്ഷം രൂപ നൽകിയിരുന്നത്. ഈ പണമാണ് തിരികെ നൽകേണ്ടി വരുന്നത്. ഇതുകൂടാതെ 5 ലക്ഷം രൂപ മാസപ്പടിയായി വീണ നേരിട്ടും കൈപ്പറ്റി. ഇങ്ങനെ 8 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കമ്പനി ഒരു സേവനവും നൽകാതിരുന്നിട്ടും മാസം തോറും നൽകി പോന്നത്. ഈ ഇടപാടുകളെല്ലാം തന്നെ കുഴപ്പമാണെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്നതിനാണ് CMRLും എക്സാലോജിക്കും തമ്മിൽ കരാറുണ്ടായിരുന്നത് എങ്കിലും സേവനമൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ CMRL മറ്റൊരു IT കമ്പനിയായ ADNA ടെക്നോളജീസ് എന്ന സ്ഥാപനത്തെ ഏർപ്പെടുത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പണം ഒരാളും പണി മറ്റൊരാളും ചെയ്തു എന്നതാണ് കണ്ടെത്തൽ. വീണയുടെ കമ്പനിക്ക് നൽകിയതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് അവർക്ക് കരാർ നൽകിയത്. കാരണം അവർക്ക് ഉന്നത ബന്ധങ്ങളില്ല. മെച്ചപ്പെട്ട സേവനം ഇവർ CMRLന് നൽകിയതായും രേഖകളിലുണ്ട്. ഇതിന്റെ മുഴുവൻ തെളിവുകളും കേന്ദ്രം കൈമാറി. പ്രത്യക്ഷത്തിൽ ഒരു കരാറുണ്ടാക്കി അതിന്റെ മറവിൽ വീണയുടെ കമ്പനിയും CMRLും നടത്തിയ ഇടപാടുകൾ ദുരൂഹവും തട്ടിപ്പുമാണ് എന്ന് SFIO റിപ്പോർട്ടിലുണ്ട്. CMRLിൽ നിന്ന് പണം പരമാവധി അടിച്ചു മാറ്റുക എന്ന ഉദ്ദേശം മാത്രമാണ് വീണയ്ക്കും അവരുടെ കമ്പനിക്കും ഉണ്ടായിരുന്നത് എന്ന് കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. CMRLന് സർക്കാരിൽ പങ്കാളിത്തമുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ കർത്ത, T. വീണ എന്നിവർക്ക് പുറമെ CMRLിലെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരും SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളാണ്. ശശിധരൻ കർത്തായും വീണയും ചേർന്ന് നടത്തിയ പണാപഹരണ തട്ടിപ്പാണ് കേസിന്റെ പ്രധാന കണ്ടെത്തൽ. CMRL കമ്പനിയിൽ നിന്ന് മാലിന്യ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ എന്ന പേരിൽ 139 കോടി രൂപ വാഹന വാടക ഇനത്തിലും മറ്റൊരു 43 കോടി രൂപ മറ്റ് ചില ഇടപാടുകാർക്കും നൽകിയതായി കമ്പനിയുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 182 കോടി രൂപ ദുരൂഹ ഇടപാടിലൂടെ അടിച്ചുമാറ്റിയതായി SFIO കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ 13% ഓഹരി പങ്കാളിത്തമുണ്ട്. എന്നാൽ മാസപ്പടി ഇടപാടിൽ KSIDCക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകി എന്ന കേസിൽ നടപടികൾ നിർത്തിവെച്ച് 2 മാസം തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത് കോടതിക്കാണ് നൽകിയത്. SFIO കുറ്റപത്രം EDക്ക് മുന്നിലുണ്ട്. കോടതിയിലൂടെ അവർക്കത് കിട്ടിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധി EDക്ക് ബാധകമല്ല എന്ന വാദവും ഉയർന്നിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ തൽസ്ഥിതി നിർദ്ദേശം മറികടന്ന് കേസുമായി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ED വിലയിരുത്തുന്നുമുണ്ട്. CMRL കമ്പനി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് TR രവിയുടെ ഇടക്കാല ഉത്തരവ്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം. CMRL MD ശശിധരൻ കർത്ത, T. വീണ തുടങ്ങി 13 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്.
ഇതിനൊപ്പമാണ് അഴിമതിയിലെ കേസും ഹൈക്കോടതിയുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ എത്തിയത്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് CMRL പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ MR അജയനാണ് അഡ്വക്കേറ്റ് ഷാജി ചിറയത്ത് വഴി പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ഇതിലാണ് കോടതി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചത്. ഹർജി വേനൽ അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നവരുടെ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതും കേസിൽ നിർണായകമാണ്. SFIO കുറ്റപത്രത്തിൽ കേസെടുക്കും മുൻപ് എതിർകക്ഷികളെ കേൾക്കണമോ എന്നതിലാകും ഹൈക്കോടതി വാദം കേൾക്കുക. SFIO ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതിയുടെ നടപടിയിലാണ് വിശദമായി വാദം കേൾക്കുക. കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് തന്നെ പ്രത്യേക കോടതി എതിർകക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നമായിരിക്കും കോടതി പരിഗണിക്കുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർകക്ഷികളെ കേൾക്കേണ്ടതുണ്ട് എന്നാണ് CMRLന്റെ വാദം. SFIO അന്വേഷണം തുടങ്ങിയത് BNSS നിലവിൽ വരുന്നതിന് മുൻപായതിനാൽ തന്നെ കേസെടുക്കും മുൻപ് എതിർകക്ഷികളെ കേൾക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ വാദിച്ചു. തുടർന്നാണ് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഹർജി കോടതി അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയത്. ഹർജി മെയ് 23 പരിഗണിക്കാനാണ് മാറ്റിയിരിക്കുന്നത്. പുതിയ നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയായതിനാൽ തന്നെ കമ്പനിയുടെ വാദം നിലനിൽക്കില്ല.